ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു യോഗ് ബേബി ഡ്രസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 6 month to 1 year old കിഡിൻ്റെ ആണ്. ഞാൻ പീറ്റർ പാൻ കോളറും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ് ഫോമിൽ. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്കൊന്ന് കാണാം. ഇന്നത്തെ ഡ്രസ് ഫോം നമ്മളൊരു ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എടുക്കുന്ന ഷോൾഡർ പോയിന്റ് എന്ന് പറയുന്നത് 4 inch ആണ്. ദെൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 2 inch, നെക്ക് ഡെപ്ത് 1.5 inch. ഞാനിവിടെ പീറ്റർ പാൻ കോളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ നെക്ക് ഞാൻ ഒത്തിരി ഡെപ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാർക്ക് ചെയ്ത ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 inch താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട് ഷോൾഡറിൻ്റെ അവിടെ, അത് മാനേജ് ചെയ്യാനാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആം ഹോൾ ഡെപ്ത് ആണ്. ഞാനിവിടെ എപ്പോഴും ഷോൾഡറിൻ്റെ മെഷർമെൻറ്റിൽ നിന്ന് ഒരു 1/2 inch കൂടി കൂട്ടിയാണ് ആം ഹോൾ ഡെപ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 4.5 inch ആണ്. ഇനി ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എടുക്കുക, അതിൻ്റെ 4/1 എടുക്കുക. അങ്ങനെയാണ് എനിക്ക് 5 inch കിട്ടിയിരിക്കുന്നത്. ഈ 5 inch എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഈസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആം ഹോൾ ഡെപ്തിന് 2 സെൻറ്റർ പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ സെൻറ്റർ പോയിന്റിൽ ഞാനൊരു 0.25 inch അകത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ലൈൻസ് കണക്ട് ചെയ്ത് ഒരു ആം ഹോൾ ഡെപ്ത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ യോക്ക് പോർഷൻ്റെ അവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു 1 inch ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രെയിറ്റ് ലൈൻ മാറാൻ വേണ്ടിയിട്ട് ഒരു 1/2 inch ഞാൻ താത്തി മാർക്ക് ചെയ്തിട്ട് ആ ലൈനിനെ ഞാനൊന്ന് കേർവിയാക്കി എടുക്കുന്നുണ്ട്. സോ ആ ലൈനായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി ഈ ഡ്രാഫ്റ്റ് ചെയ്ത പാറ്റേൺ നമുക്കൊരു ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത്. 12 inch ലെങ്ത്തും 9 inch വിഡ്ത്തിലുമുള്ള 2 ഫാബ്രിക് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലോട്ട് നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്യുക. ട്രേസ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും ഫാബ്രിക്കിലാണ് സീം അലവൻസ് കൊടുക്കുന്നത്, അതായത് തയ്യൽ തുമ്പ് ഞാൻ എപ്പോഴും ഫാബ്രിക്കിലാണ് കൊടുക്കുന്നത്. സോ അതിനായിട്ട് നെക്കിന് ഞാൻ 0.25 inch ആണ് കൊടുക്കുന്നത്. ഷോൾഡറിനും സ്ലീവിനും ഹെം ലൈനിനും 1/2 inch വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. സോ നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ കാൽക്കുലേഷനാണ്. അതിനായിട്ട് ഞാൻ ഫാബ്രിക് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ് ഫോം ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1.5 മീറ്ററോളം ഫാബ്രിക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 1/2 inch നമ്മൾ ഫോൾഡ് ചെയ്ത പാർട്ടിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലോട്ട് കണക്ട് ചെയ്ത് ഒരു ഇൻക്ലൈൻ ലൈൻ കൊടുക്കുക. നമ്മൾ യോക്ക് പോർഷൻ്റെ അവിടെ ഒരു കർവ്നെസ് കൊടുത്തില്ലേ, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോട്ടം പാർട്ടിനും ഞാൻ ഇതേപോലെ 1/2 inch താത്തി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് കാൽക്കുലേഷൻ നോക്കാം. 6 month to 1 year old കിഡിൻ്റെ ഷോൾഡർ ടു നീ ലെവൽ എന്ന് പറയുന്ന ആ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത് 15 inch ആണ്. അതിൽ നമ്മൾ യോക്ക് പാർട്ട് മാത്രം സീം അലവൻസ് കൂടാണ്ട് 4 inch എടുത്തിട്ടുണ്ട്. സോ ബോട്ടം പാർട്ട് എന്ന് പറയുമ്പോൾ 15 നിന്ന് 4 inch കുറയുന്നതാണ്, 11 inch ആണ്. സോ ഈ 11 inchൻ്റെ ഒപ്പം ഞാനൊരു 1.5 inch എക്സ്ട്രാ സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ 12.5 inch ആണ് നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. സോ നമ്മളങ്ങനെ ഫ്രണ്ട് പാർട്ടും ബോട്ടം പാർട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ വിഡ്ത്ത് കാൽക്കുലേഷനാണ്. അതിനായിട്ട് നമ്മൾ യോക്ക് പാർട്ട് എടുക്കുക, അതിൻ്റെ യോക്ക് ലൈൻ മെഷർ ചെയ്യുക. നമുക്ക് കിട്ടുന്ന 10.5 inch ആണ്. ഈ 10.5 inchൻ്റെ 3 ഇരട്ടി എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 31.5 inch ആണ്. ആ 31.5 inchനെയാണ് ഞാൻ ഇതേപോലെ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം നേരെ ഹാഫ് ആകും. 31.5 inchൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 15.75 inch ആണ്. അതിനോടൊപ്പം ഒരു 1 inch എക്സ്ട്രാ ഞാൻ സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മളങ്ങനെ ബോട്ടം പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇരട്ടി ഫാബ്രിക് എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രില്ലി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കറിയാം നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെ നിന്ന് ആം ഹോൾ ഡെപ്ത് ബോട്ടം പാർട്ടിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിനായിട്ട് ഞാൻ 2 inch ലെങ്ത്തിലും 2 inch വിഡ്ത്തിലും ഒരു ബോക്സ് ആക്കി, എന്നിട്ട് അതിനകത്ത് ആം ഹോൾ ലൈൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ ബോട്ടം പാർട്ടും റെഡി ആയിട്ടുണ്ട്, യോക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം.
ഞാൻ ഈ ഒരു ഡ്രസ് ഫോമിൽ നമ്മുടെ യോക്ക് പാർട്ടിൽ പ്ലാക്കറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് പോർഷനിലാണ്. സോ ഈ പ്ലാക്കറ്റ് വന്ന് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ബോട്ടം പാർട്ടിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാതറിങ്സ് കൊടുക്കുമ്പോൾ നമ്മൾ സെൻറ്റർ പോർഷനിൽ ഇച്ചിരി ഫ്രിൽസ് നമ്മൾ വിട്ടിട്ട് വേണം ഗ്യാതറിങ്സ് കൊടുക്കാനായിട്ട്. ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇച്ചിരി ഫ്രിൽസ് നമ്മൾ ലൂസാക്കി കൊടുത്തിട്ട് വേണം ഗ്യാതറിങ്സ് കൊടുക്കാൻ. കാരണം അവിടെ പ്ലാക്കറ്റ് വന്ന് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒത്തിരി ഫ്രില്ലായിട്ട് കിടന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ഒഴിവായി കിട്ടാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് പ്ലാക്കറ്റ് മേക്കിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 5 ഇഞ്ച് ലെങ്ത്തിലാണ് പ്ലാക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഏകദേശം ഒരു 1 ഇഞ്ചോളം നമ്മുടെ ബോട്ടം പാർട്ടിലോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ബോട്ടം പാർട്ടിൽ സെൻറ്റർ പോർഷനിൽ ഗ്യാതറിങ്സ് ഞാൻ അധികം കൊടുക്കാഞ്ഞത്. ഇനി പ്ലാക്കറ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 ഫാബ്രിക് പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തിലുമാണ്. സോ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 1 ഇഞ്ച് വിഡ്ത്തിലാണ് കിട്ടുന്നത്. സോ അങ്ങനെ നമ്മൾ 2 ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാബ്രിക്സിൻ്റെ ഓപ്പണിങ്സ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കണം. കണ്ടോ, നമ്മൾ 2 ഓപ്പണിങ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 1/2 ഇഞ്ചിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ ഓൾറെഡി 5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ട് നമ്മൾ പിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത്. സോ ഞാൻ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഈ ഓൾറെഡി ഈ 5 ഇഞ്ച് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യല്. പ്ലാക്കറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഇതേപോലെ 2 ഡയറക്ഷനിലോട്ടും ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ കട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 2 ഫാബ്രിക്സ് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾ ആദ്യത്തെ പ്ലാക്കറ്റ് എടുക്കുക. അതിൻ്റെ ഓപ്പണിങ്സ് കണ്ടോ, ആ ഓപ്പണിങ്സിലോട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫാബ്രിക് അകത്തോട്ട് വെച്ച് ചേർത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ അടുത്ത പ്ലാക്കറ്റ് എടുത്തിട്ടും ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. സോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ബോട്ടം പാർട്ടിൽ സെൻറ്റർ പോർഷൻ്റെ അവിടെ ഒത്തിരി ഗ്യാതറിങ്സ് വന്നാൽ എന്ത് പറ്റും, ഒത്തിരി ചുളുങ്ങി കിടക്കും. സോ ആ ചുളുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സെൻറ്റർ പോർഷനിൽ ഗ്യാതറിങ്സ് കൊടുക്കരുത്. ബാക്കി 2 സൈഡിലോട്ടും ഇച്ചിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഏകദേശം ഒരു 1 ഇഞ്ച് വിത്തോളം നമ്മൾ ഗ്യാതറിങ്സ് അവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതാകുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സിമ്പിളായിരിക്കും. സോ അപ്പം നമ്മുടെ പ്ലാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഉള്ളിൽ വരുന്ന എക്സ്ട്രാ ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പീറ്റർ പാൻ കോളർ കട്ടിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഡ്രസ് ഫോം സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോളർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേസിങ് പേപ്പർ എടുക്കുക. അതും ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. സോ നമ്മൾ ട്രേസിങ് പേപ്പർ ഫോൾഡ് ചെയ്ത പാർട്ടും നമ്മുടെ ഡ്രസ് ഫോം ഫോൾഡ് ചെയ്ത പാർട്ടും രണ്ടും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ 2 ഫോൾഡഡ് പാർട്ടും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ നെക്ക് ട്രേസ് ചെയ്യാൻ. നെക്ക് ട്രേസ് ചെയ്യുമ്പം നമ്മുടെ പ്ലാക്കറ്റ് ഒഴികെയുള്ള ബാക്കി പോർഷൻ മാത്രമാണ് ട്രേസ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാൻ കോളർ ചെയ്ത് കഴിയുമ്പോൾ പ്ലാക്കറ്റിലോട്ട് വന്ന് കോളർ കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്ലാക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻ ഫുൾ കോളർ വരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ട്രേസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് കോളറിന് വിട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ക്യൂട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 3 ഇഞ്ച് വിട്ടിലാണ് ഞാൻ കോളറിൻ്റെ വിട്ട് കൊടുക്കുന്നത് കേട്ടോ. സോ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ആ കോളറിന് ഷേപ്പിംഗ് കറക്റ്റ് ആക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 1 ഇഞ്ച് താത്തി കുറച്ച് പോയിന്റ്സിൽ മാത്രം മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കോളറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം വൈഡ്നെസ് വരുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോൾ ആ ഒരു വൈഡ്നെസ് കുറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
സോ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ സീം അലവൻസ് മാർക്ക് ചെയ്യുക. ഒരു 0.25 ഇഞ്ചിൽ ഞാൻ സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡ്രസ് ഫോമിലോട്ട് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. കണ്ടോ, പ്ലാക്കറ്റ് ഒഴികെ ബാക്കി പോർഷൻ എല്ലാം കോളറായിട്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ടാവും. സോ ഇതിനി നമുക്ക് ഒരു ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് വീണ്ടും ഫാബ്രിക് ഫോൾഡ് ചെയ്ത് വെക്കുക, നമ്മുടെ പാറ്റേൺ പേപ്പറും ഫോൾഡ് ചെയ്ത് വെക്കുക. രണ്ടും ഒരേ പൊസിഷനിൽ വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ കോളറിൽ ലേസ് വർക്കും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാൻഡ്വിച്ച് മെത്തേഡിലാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ആദ്യം നമ്മൾ മെയിൻ ഫാബ്രിക് വെക്കുക, അതിന് പുറത്ത് ലേസ് വെക്കുക, വീണ്ടും അതിൻ്റെ പുറത്ത് മെയിൻ ഫാബ്രിക് വെക്കുക. ഇതിനെയാണ് സാൻഡ്വിച്ച് മെത്തേഡിങ് എന്ന് പറയുന്നത്. സോ ഇതിനി നമുക്ക് ഒരു 1/4 ഇഞ്ചാണല്ലോ നമ്മൾ സീം അലവൻസ് കൊടുത്തത്, ആ 1/4 ഇഞ്ച് വിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോളറിന് ലേസ് വർക്കിങ്ങും കൂടി വരുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ കോളറിന് അത്യാവശ്യം നോർമലി നമ്മൾ ഇത്രയും വിട്ട് കൊടുക്കാറില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഡ്രസ് ഫോം ഒരു യോക്ക് ബേബി ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ കോളറിന് ഇത്രയും വിട്ട് കൊടുക്കുമ്പം നമുക്കൊരു ക്യൂട്ട് ലുക്ക് കിട്ടും. ആ ഒരു ക്യൂട്ട്നെസ് ഒന്നുകൂടെ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ ലേസും നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടി ചേർത്ത് ഞാൻ ഇതേപോലെ ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ ഞാൻ നമ്മുടെ മെയിൻ ഡ്രസ്സിലോട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ലേസ് വർക്കിംഗ് വന്നപ്പോൾ തന്നെ ആ ഒരു കോളർ പോയിന്റ് ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ട്. സോ നമ്മുടെ കോളറും നമ്മുടെ നെക്ക് പോർഷനും തമ്മിൽ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തൊരു 1/4 ഇഞ്ച് പോലും ഇല്ല, അതിലും കുറച്ചൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമ്മുടെ കോളർ ഫിനിഷ് ചെയ്യാൻ ഞാൻ 1 ഇഞ്ച് വിത്തിൽ നമ്മുടെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇതേപോലെ ചേർത്ത് മടക്കി അടിക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു ഡ്രസ് ഫോമിൽ ഷോർട്സും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ആക്കിയിട്ടില്ല. ഞാൻ ഓൾറെഡി ഷോർട്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Please do like, share and subscribe to my channel if you like my content interesting. See you on my next video. Ta-ta!